ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്താ ഫ്ലോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6 മലയാളം ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം ബിഗ് ബോസിന്റെ അപ്ഡേഷൻസ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയാണ് വരുന്നത്, അതിൽ ആരൊക്കെ ഉണ്ടോ എന്നൊക്കെ വെച്ചിട്ട് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കാണാത്തവർ കാണുക. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് ബിഗ് ബോസിൻ്റെ സെലക്ഷൻ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഓഡീഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന പല ആളുകളും ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. അവർ സെലക്ട് ആവുമോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. എന്തായാലും അവർ പങ്കെടുത്തു, അത് വലിയൊരു സന്തോഷമായിട്ട് കാര്യമാണ്. ഇപ്പം എന്തായാലും അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ യൂട്യൂബർ സായി കൃഷ്ണ പോയിട്ടുണ്ട്, യൂട്യൂബർ ജാസ്മിൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആക്ടിവിസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്ന് പറയാം. പക്ഷെ ശ്രീലക്ഷ്മി അറക്കൽ അതുപോലെ തന്നെ ശാന്തിവള ദിനേശും ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും വിഷയമാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അമല ഷാജി, കഴിഞ്ഞ വട്ടം അമല ഷാജി വിളിച്ചിട്ടുണ്ടായിരുന്ന എന്തൊക്കെയോ പേയ്മെന്റ് ഇഷ്യൂ കാരണമാണ് പാർട്ടിയെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതുകൊണ്ട് തന്നെ ഇത്തവണയും അമല ഷാജിയെ വിളിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അമല ഷാജി എന്തായാലും ഓഡീഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. സെലക്ട് ആവുമോ ഇല്ലയോ, ഇനി ഫണ്ട് കൂലി കൊടുക്കണ കുറവായതുകൊണ്ട് മാറ്റുമെന്നുള്ള കാര്യമൊക്കെ അത് പിന്നെ രണ്ടാമത്തെ കാര്യമാണ്. എന്തായാലും ഒരു 100ഓളം പേര്, 100 കൂടുതൽ ആളുകളെ ഓഡീഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 20 പേരാണ് ഫൈനലിസ്റ്റ് ഉണ്ടുള്ളത്. ലിസ്റ്റ് ഇപ്പോൾ ഫൈനലാകുമ്പോൾ നമുക്ക് കിട്ടും, നമുക്ക് പുറത്തു വിടാം. അപ്പോൾ എന്തായാലും ശ്രീലക്ഷ്മി അറക്കൽ അതുപോലെ ശാന്തിവള ദിനേശ്, ഇവരുടെ കാര്യമാണ് ഭയങ്കര രസം. കാരണം ശ്രീലക്ഷ്മി അറക്കലിനെ ഒരുപാട് എതിർത്തിട്ടുള്ള ഒരാളാണ് ശാന്തിവള ദിനേശ്. അറിയാലോ, ഇവരാണെങ്കിൽ ഒരാളെ മുഖത്ത് ഈ വശിയൊക്കെ വെച്ച സമയത്ത് കൊടൂരമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് എന്ന രീതിയിലാണ് ശ്രീലക്ഷ്മി അറക്കൽ കയറുന്നതും കയറി വരുന്നതും. എന്നുമല്ലാണ് ഇവര് ഒരു എന്താ പറയുക, ഈ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് അർത്ഥം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കേണ്ടത്. ആ പ്രോഗ്രാമിന് ശേഷം ആ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് ലൈവില് വന്ന സമയം തൊട്ടാണ് ശ്രീലക്ഷ്മി അറക്കൽ ശ്രദ്ധിക്കപ്പെടുന്നതും ചർച്ചയാവുന്നതും. ആ പ്രോഗ്രാമില് ഇവരൊക്കെ ഒരു ഇടതുപക്ഷ അനുഭാവം ഉള്ളവരാണ്. ആ പ്രോഗ്രാമിനെതിരെ എന്തൊക്കെ പോലീസിന്റെ ഇഷ്യൂ കാരണം ഇവര് സർക്കാരിനെ വിമർശിക്കുക, അങ്ങനെയൊക്കെ ഇവരെ അനുകൂലിക്കുന്നവർ ഇവർക്കെതിരെ തിരികെ അങ്ങനെയാണല്ലോ. സർക്കാരിനെ അനുകൂലിക്കുമ്പോൾ ഇവർക്ക് വളരെ ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതിനുശേഷം ഇവരുടെ ലൈഫിലും അതുപോലെ തന്നെ ഇവരുടെ ചർച്ചയിലെ ലൈംഗികതയും അതൊക്കെ അതിന് കൂടുതലായിട്ട് ലൈവിൽ വന്ന് പറയുക, ആ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇവരെ പ്രശസ്തയാകുന്ന കാരണം. ശ്രീലക്ഷ്മി അറക്കൽ അങ്ങനെ പ്രശസ്തയായ ഒരാളാണ്. ശാന്തിവള ദിനേശ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സംവിധായകനാണ്. അദ്ദേഹം സംവിധായകനായിട്ടൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അദ്ദേഹം സംവിധാനം ചെയ്ത ബംഗ്ലാവിലവത ഞാൻ കണ്ടിട്ടുള്ള പടമാണ്. എനിക്കത് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ, നമുക്ക് കണ്ടിരിക്കാം, രസമാണ്. പിന്നെ അതിൽ കുറേ ടെക്നിക്കൽ മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ DVD പ്ലെയറോ VCD ആയിട്ടോ അങ്ങനെ കുറേ നാൾ മുമ്പാണ്. പിന്നെ എനിക്ക് എപ്പോഴും മയിൽമനോരമയിൽ അങ്ങനെ കാണിക്കുമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. യൂട്യൂബിൽ നോക്കി നമുക്ക് കാണാം. നിങ്ങൾ കാണാത്തൊരു സിനിമയൊന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ സംവിധാന പാഠകത്തെ വിലയിരുത്താവുന്നതാണ്. അപ്പൊ അദ്ദേഹം ശക്തമായിട്ട് ഇത്തരം ആളുകളെ എതിർക്കുന്നുണ്ട്, ഇവര് ഭയങ്കരമായിട്ട് അനുകൂലിക്കുന്നുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും ബിഗ് ബോസിൽ വരുമ്പോൾ ഫേസ് ടു ഫേസ്, അതായത് ഒരു ഫെമിനിസ്റ്റിനെ ബിഗ് ബോസിൽ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരാളെയും കൂടെ ബിഗ് ബോസിൽ കൊണ്ടുവരും. അതാണ് ജസ്ലാം ആനശ്ശേരിയുടെ കാര്യത്തിലും ഡോക്ടർ രജിത് കുമാറിന്റെ കാര്യത്തിലും ബിഗ് ബോസിൽ നമുക്ക് മുമ്പ് കണ്ടിട്ടുള്ള അത് അങ്ങനെ തന്നെ ഈ സീസണിൽ ഉണ്ടാവും. കാരണം കുറെ എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സീസ് ഇല്ലാത്ത സീസൺ ഹിറ്റ് ആവത്തില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ സായി കൃഷ്ണ ഉണ്ട്. സായി എന്താ പറയാ, ഇത്രയും ശ്രീലക്ഷ്മി അറക്കലിന്റെ അത്രയും ഒരു ഇതിലേക്ക് പോകുന്നില്ലെങ്കിലും കുഴപ്പമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ ശാന്തിവള ദിനേശ് സായിനെ കുറ്റം പറയാനൊക്കെ തന്നെ ചെയ്യും. ചില സപ്പോർട്ട് കൊടുത്താലും കുറ്റം പറയുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ തൊപ്പി വരുന്നെന്ന് പറഞ്ഞു. തൊപ്പിയുടെ ഏറ്റവും അടുത്ത കോൺട്രവേഴ്സി എന്ന് പറയുന്നത് നഗ്ന പ്രദർശനവും വിഷയങ്ങളും ഒക്കെയാണ്. സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. അപ്പോൾ തൊപ്പി കൂടി വരുമ്പോഴത്തേന് ബിഗ് ബോസ് കുറച്ച് ഇതാവും. കാരണം അവന്റെ സ്വഭാവത്തിന് അവന്റെ രീതിയിലുള്ള ഡയലോഗും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അവനും കുറെ ഫോളോവേഴ്സ് ഉണ്ട്, അമലാശായിക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ട്. വോട്ടിങ്ങിന്റെ കാര്യത്തിൽ കട്ട മത്സര വിരമി നടക്കും. അതുപോലെ തന്നെ ശ്രീലക്ഷ്മി അറക്കലിനെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരുണ്ടാവും. അതുപോലെ തന്നെ ശാന്തിവള ദിനേശിനെ സപ്പോർട്ട് ചെയ്യുന്ന പരമ്പരാഗത ചിന്താഗതിക്കാരുണ്ടാവും. ഇത്തരം ചിന്തകളുടെ ഒരു ഏറ്റുമുട്ടലായി മാറാൻ ബിഗ് ബോസ്
കാര്യമാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും സീസൺ 6 ഒരു സംഭവമായിരിക്കും. ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. എന്തായാലും സായി കൃഷ്ണ, ശ്രീലക്ഷ്മി അറക്കല്, തൊപ്പി, ശാന്തിവിള ദിനേശ് ഇവരൊക്കെ ഓൾമോസ്റ്റ് കൺഫേം ആയവരാണ്. പിന്നെ അവസാന നിമിഷം വല്ല പനിയോ ജലദോഷമോ ഒക്കെ വന്നില്ലെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവരൊക്കെ അടി കൂടാൻ ബിഗ് ബോസിൽ കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സേവ് ചെയ്ത് വയ്ക്കുക. വന്നില്ലെങ്കിൽ നമുക്ക് അന്നേരം സംസാരിക്കാം.